കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവാനുഗ്രഹം നേടാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം നേടുക അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അന്നന്ന് പ്രാർത്ഥിച്ച് അന്നന്ന് അനുഗ്രഹം നേടി അങ്ങനെ പോകുന്ന ഒരു സാധാരണ ആധ്യാത്മിക മെയിൻ്റനൻസ് പരിപാടിയുണ്ട്. പിന്നെ ദൈവശക്തി സംഭരിച്ച് വെക്കുന്ന വേറെ ഒരു രീതിയുണ്ട്. ശരിക്കും നീ ദൈവ പൈതലാണെങ്കിൽ ഈ ഡെയിലി വേജസ് പോലെ അപ്പോൾ പ്രാർത്ഥിച്ച് അപ്പോഴത്തെ കാര്യം കണ്ട് അന്നന്ന് വില എടുത്ത് അന്നന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ പോലെ ആ ഒരു രീതി മാറ്റണം. മറിച്ച് ബോധപൂർവം ദൈവാനുഗ്രഹം നമ്മളിൽ സംഭരിച്ച് വെക്കണം. എങ്ങനെ ദൈവാനുഗ്രഹം സംഭരിച്ച് വെക്കാം? 2, ദൈവാനുഗ്രഹം സംഭരിക്കപ്പെടുന്ന സമയം എന്താണ്? 3, ദൈവാനുഗ്രഹങ്ങളെ, ദൈവത്തിൻ്റെ ശക്തിയെ സ്വാംശീകരിക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെ വളരെ ഫലപ്രദമായ കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ഈ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. പലപ്പോഴും ദൈവശക്തി എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാനിടയ്ക്കിരുന്ന് ആ സാഹചര്യമൊക്കെ നോക്കും. ഏത് സമയത്താണ് അങ്ങനെ അനുഗ്രഹം കിട്ടിയത്? അങ്ങനെ അനുഗ്രഹം കിട്ടുന്ന കാലത്ത് എൻ്റെ മാനസിക ശാരീരിക അവസ്ഥ എന്തായിരുന്നു? ഇതൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് നിങ്ങൾക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ കിട്ടുമ്പോൾ അച്ഛൻ ചെയ്ത പോലെയുള്ള രീതികൾ പരീക്ഷിച്ച് നോക്കി കർത്താവിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളിൽ സന്തോഷിക്കാനാണ്. ഒരിക്കലും എനിക്ക് കടുത്ത പനി വന്ന്, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, പല സമയത്ത് ആവർത്തിച്ചിട്ടുള്ള ചില വിഷയങ്ങളിലാണ് ഞാനെപ്പോഴും അതൊരു തീരുമാനമാക്കി ഒരു ജനറലായിട്ട് സാമാന്യമായൊരു വിഷയമാക്കി അവതരിപ്പിക്കുന്നത്.
അതൊരു വിശേഷ വിഷയമല്ല, ഒറ്റപ്പെട്ട കാര്യമല്ല. അപ്പോൾ എനിക്ക് കടുത്ത പനി വന്ന് ഞാൻ ഇങ്ങനെ ശരീരമൊക്കെ തളർന്ന് വിറച്ച് ഛർദ്ദിച്ച് അങ്ങനെ പള്ളി കോലായിൽ ഇരിക്കുകയാണ്. പള്ളി മുറിയുടെ വാതിക്കോലായിൽ ഇരുട്ടാണ്, സന്ധ്യയാണ്. അപ്പോൾ ഒരച്ഛനെ കിട്ടണില്ല. നാളെ രാവിലെ കുർബാന ചെല്ലാൻ ആശുപത്രി പോകണമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരച്ഛനെ കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കുറേ ഫോൺ ചെയ്തിട്ടൊന്നും അച്ഛന്മാരൊന്നും ലൈനിലില്ല. അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈൽ ഇറങ്ങാത്തൊരു സമയം. ഇതിനിടയ്ക്ക് പവർ കട്ടുമായി. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ അവിടെ വല്ലാത്ത ഒരു അവശ നിലയിലാണ്. അപ്പോൾ ഇരുട്ടത്ത് കൂടി ഒരു മനുഷ്യൻ വന്നു, ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി സഹോദരൻ വന്നിട്ട് അപ്പോൾ ഈ സ്വരം അച്ഛ അച്ഛന്ന് വിളിച്ചയാൾ വരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ലുങ്കിയൊക്കെ കൊടുത്ത് ബനിയനൊക്കെ ഇട്ടും ഛർദ്ദിച്ച് ആപ്പാടുന്ന ആശകൂടാലിയായിട്ടിരിക്കുക. അപ്പോഴാർക്കും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒറ്റപ്പെടാൻ നമുക്ക് തോന്നത്തില്ല, നമുക്കൊരു സങ്കോചം തോന്നും. പക്ഷേ ഇയാളിങ്ങനെ കയറി വരികയല്ലേ ഇരുട്ടത്താണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്, ഇരുട്ടത്തിരിക്കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അച്ഛനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ അതേ വള്ളത്തിന് പണിക്ക് പോയിട്ട് ഒന്നും കിട്ടണില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിനേക്കാൾ അവശനായിട്ടല്ല ഇരിക്കണത്. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കാം. കാര്യം ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു വിശ്വാസപ്രമാണം പോലും നമ്മുടെ മനസ്സുറച്ച് ചെല്ലാൻ പറ്റണ ഒരു കണ്ടീഷനല്ല ഞാൻ. എങ്കിലും ഞാൻ പോയി ടബിൽ പോയി നിരച്ചെന്ന രീതിയിൽ നിരങ്ങുന്ന രീതിയിൽ അത്ര പൊള്ളുന്ന പനിയാണ്. ഞാൻ മുഖമൊക്കെ കഴുകി വന്ന് കസേരക്കയറി ഇരുന്ന് മുറിയുടെ അകത്ത്. എന്നിട്ട് ഞാനൊരു തീപ്പെട്ടി തപ്പിയെടുത്ത് കത്തിച്ച് തിരികെ കൊളുത്തി. അപ്പോഴാണ് അയാൾ എൻ്റെ പ്രാകൃത ലക്ഷണം കാണുന്നത്. അയ്യോ അച്ഛന് എന്ത് പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പനിയാ, രാത്രി ആശുപത്രിയിൽ പോവുകയാണ്. അച്ഛാ അപ്പോൾ പിന്നെ അയാൾക്ക് വന്ന് ചോദിച്ചതും വന്നതും ഒക്കെ ബുദ്ധിമുട്ടായി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഒരു വിഷയമുണ്ട്. അതായത് എന്തെങ്കിലും ക്ഷീണമോ രോഗമോ വന്നാൽ ഞാൻ ശ്രദ്ധിക്കും. എങ്ങനെ ശ്രദ്ധിക്കും? കാര്യം നമ്മളുടെ ക്ഷീണം, രോഗം, വേദന, ശരീരം ഒക്കെ എല്ലാം ആ ടൈം നമ്മൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യണത്, സുവിശേഷ വിഹിതമായിട്ടാണ് മാനേജ് ചെയ്യണത്. ക്രിസ്തീയ കൃപാവര ശാസ്ത്രമനുസരിച്ചാണ് വേദനയുടെ സമയങ്ങൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവഹിക്കും. അതൊരു ഫോർമുലയാണ്. കൊളോസ്യസ് 1:24 ഫോർമുലയാണ്. ബൈബിളിൽ ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട്. അനുഗ്രഹവും അതുപോലെ തന്നെ ഈ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി. പൗലോസ് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് പറയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. പിന്നെയും പൗലോസ് അതേ വചനം തന്നെ പറയും, യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനത ഓർത്തുകൊണ്ട് സ്തുതിക്കും. സ്തുതിക്കുന്ന അർത്ഥമാണല്ലോ ഉള്ളത്. അപ്പോൾ ബലഹീനത, രോഗം, പീഡ, ശരീരക്ലേശമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയുടെ മനോഭാവം സൂക്ഷിക്കണമെന്നാണ് വചനം നമ്മൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിലേക്ക് എനിക്ക് ആഴമായ ബോധ്യമുണ്ട്. അപ്പം ഞാൻ കാശ് ഒന്നും ചെയ്തില്ല. കാര്യം ഒന്നും ചെയ്യാനാ ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സമാധാനത്തോട് ചെല്ലാനുള്ള മാനസികാവസ്ഥ അല്ല ഞാൻ. അതുകൊണ്ട് ഞാനൊരു കാശ് രൂപ എടുത്തിട്ട് പതുക്കെ ഒരു വിറച്ചും പരിച്ചും ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഈ മനുഷ്യനെ കൊടുത്തു. ഞാൻ അച്ചായനത് കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി തന്നെ വലയെ കെട്ടാൻ പറഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ വന്ന് ആദരവോടെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛനെ ലൈനിൽ കിട്ടി. അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ പോയി. പിന്നെ ഞാൻ വന്നത് 2 ആഴ്ച കഴിഞ്ഞാണ്. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വന്നെന്നറിഞ്ഞ് ഒരു പട്ടാളം പോലെ ആളാണ്. ഇപ്പോൾ ഈ വർഷത്തിലെ സഹോദരങ്ങളാണ് വരുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരക്കി, എന്താ വിഷയം, നിങ്ങൾ ഇത്രയും ആൾക്കാർ വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ തിരക്ക് ദിവസങ്ങളിൽ ഇരിക്കുകയായിരുന്നു, കണ്ടില്ല, അച്ഛൻ ഇന്ന് വരുമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചാൽ ആ മനുഷ്യനാണ് ഇതെല്ലാം ചെന്ന് പറഞ്ഞത് ആൾക്കാരോട്. കാര്യം അദ്ദേഹത്തിന് അന്ന് തന്നെ 80,000 രൂപ, 90-ലെ സംഭവമാണ്. അപ്പോൾ 90-ലെ 80,000 എന്ന് പറയുമ്പോൾ നല്ല വിലയാണ്. പക്ഷേ അതല്ല, വേറെ ആർക്കും പണിയില്ല, ഇയാൾക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ കടലിൽ മീനില്ല എന്നുണ്ടെങ്കിൽ പോലും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ ഇല്ലായ്മയും ദൈവം ഉണ്ടാക്കി തരും. നമ്മളുടെയൊക്കെ വിഷയം എന്താണെന്ന് അറിയാമോ? ഇല്ലായ്മയല്ല, വിശ്വാസമില്ലായ്മയാണ് വിഷയം. അല്ല, ഭൗതിക സാഹചര്യം ഇല്ലാതിരിക്കുന്നതും അല്ലെങ്കിൽ ജീവിത മാർഗം ഇല്ലാതിരിക്കുന്നതുമല്ല, ജോലി ഇല്ലാത്തതല്ല. ആ ജോലി ഇല്ലായ്മയിൽ നിന്നാണെങ്കിൽ പോലും വാങ്ങിക്കാനുള്ള വിശ്വാസമില്ലായ്മയാണ്. ഇതുകൊണ്ട് ഇത് ശരിക്കും വരണത് ഈ വിഷമസന്ധികളിലെല്ലാം, നമ്മൾ സഹന സാഹചര്യങ്ങളെല്ലാം ഇതുപോലെ ബോധപൂർവം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിൽ ആവഹിക്കാൻ പറ്റും. ഈശോയുടെ നാമത്തിൽ ആ ക്ലേശം എടുക്കുമ്പോൾ അങ്ങനെയാണത്. അപ്പോൾ അനുഗ്രഹത്തെക്കാളുപരി ദൈവത്തിൻ്റെ ശക്തി ധരിക്കാൻ, സകല സാഹചര്യങ്ങളെ സുവിശേഷവിഹിതമായി പ്രയോജനപ്പെടുത്തി കരുത്താർജിക്കാൻ, സ്വർഗത്തിൻ്റെ കരുത്താർജിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ലവനായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനങ്ങളിലെ എല്ലാവർക്കും അത് സ്വീകാര്യമായി ലളിതമായി ദൈവകരുത്ത് പ്രാപിച്ച് ദൈവകൃപയിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അധരം കൊണ്ടൊക്കെ ഏറ്റുപറയാൻ ഹൃദയത്തിലൊക്കെ ഭരിച്ച ഒരു ജീവത്ത ദൈവമാണെന്ന് വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ജീവിത പ്രതിസന്ധികളെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവവിശ്വാസത്തിൽ നിറഞ്ഞ് നേടാനുള്ള ശക്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് പാടാം. ശക്തമായ വിശ്വാസത്തോടുകൂടി പാടുകയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യം. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ച് ഇതാ ദൈവത്തിന്റെ ജീവിതത്തിൽ നടത്താൻ പോവുകയാണ്. ഈ ആരാധനയിൽ ഇപ്പോൾ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്, ജീവിത ദുരിതങ്ങൾ അനുഭവപ്പെട്ടവർക്ക്, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യം ഇതാ ദൈവം ചെയ്യുകയാണ്. നമുക്ക് പാടാം. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. എന്റെ ദൈവമായ കർത്താവേ, ജീവിത സങ്കടത്തിൽ കഴിയുന്നവരെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ ദൈവമേ, സംഗീതത്തിന് 86 പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണീർക്കരങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളില്, വിഷമതകളിൽ കർത്താവേ അങ്ങ് സാന്ത്വനവും സന്ധിപ്പും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ മഹത്വ കർത്താവേ, ആരാധന. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശ്വാസം ക്ഷയിച്ചു പോയ മക്കളുണ്ട്, വിശ്വാസം മന്ദീഭവിച്ചു പോയ മക്കളുണ്ട് കർത്താവേ. ദൈവത്തെ അകന്നുപോയ മക്കളുണ്ട്, അവരെല്ലാം സ്പർശിക്കണമേ കർത്താവേ. ഉദാശ ജീവിതം വിട്ടുപോയ മക്കള്, മാതാപിതാക്കളെ അനുസരിക്കാതെ മക്കള്, മദ്യപാനത്തിലും ആസ്മര ലഹരികളിലും അടിമപ്പെട്ട് ജീവിക്കുന്നവര് കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് വിവേചിച്ച് അറിയാൻ പറ്റും. ഓരോ സാക്ഷ്യവും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന്. അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. കർത്താവിൻ്റെ ആ വാക്കില്ലേ, പിതാവിൻ്റെയും ഈശോൻ്റെയും പ്രവൃത്തികളാണ് ജനങ്ങളുടെ സാക്ഷ്യാനുഭവത്തിലൂടെ നമ്മൾക്ക് അനുഭവേദ്യമാകണത്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ഒരു സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം നമുക്കിപ്പോൾ കേൾക്കാം. എൻ്റെ പേര് ഷൈമോൻ എന്നാണ്. ഞാൻ കളറോഡ് വാടക്കൽ നിന്ന് വരുവാണ്. 2016 എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് സാക്ഷ്യം പറയാൻ വേണ്ടിയും ഉടമ്പടിയുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. 2016 എനിക്ക് കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു. ഗുളിക കഴിച്ച ശേഷം എൻ്റെ കിഡ്നി ചുരുങ്ങി പോവുകയുണ്ടായി. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ 2 കിഡ്നിയും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരന് കൊണ്ടുവന്നതാണ് എന്നെ കൃപാസനത്തിൽ. ഇവിടെ വന്ന് തപസ് കൂടിയ ശേഷം 3 ദിവസം എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. 4ാമത്തെ ദിവസം തീരുന്നെന്ന് അച്ഛൻ സന്ദേശം പറയുകയുണ്ടായി. അച്ഛൻ സന്ദേശം പറഞ്ഞപ്പോൾ ഇവിടെ ഈ റോഡിൽ മൊത്തം കവിഞ്ഞിരിക്കുകയായിരുന്നു ആൾക്കാർ, ഹാളിലൊക്കെ. ആരും എഴുന്നേറ്റില്ല, ഞാനാണ് എഴുന്നേറ്റത്. അന്നേരം തന്നെ അച്ഛൻ മാതാവിൻ്റെ രൂപത്തിൽ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ചുരുങ്ങിപ്പോയ കിഡ്നി പറിച്ചുകൊണ്ട് പോയിട്ട് വേറൊരെണ്ണം വരട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ കൈ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ കിഡ്നി 2 പറിച്ചുകൊണ്ട് പോകാൻ എനിക്ക് തോന്നി. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യവും പറഞ്ഞു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് അസുഖമൊന്നും ഇല്ല, അസുഖമൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെ ഇവിടെ വന്നത്. അതിനുശേഷം ഉടമ്പടി എടുത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ ഈ സാന്ത്വനാഭിഷേകത്തിലെ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. എല്ലാം മിറക്കിൾസാണ്. അതായത് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധിക്ക് പുറത്തു വരുന്ന കാര്യങ്ങളാണ്. ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. സാക്ഷ്യം കേട്ടതിന് ശേഷം ആരാധന വെക്കുന്നതിൻ്റെ കാരണം, ഈ ആരാധനയിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ, നിങ്ങൾക്കും അതുപോലുള്ള അനുഭവം ഉണ്ടാകാൻ വിശ്വാസം കർത്താവിൽ അർപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കാൻ പോവുകയാണ്. അങ്ങേക്ക് ഒരു നിമിഷം മതി ഞങ്ങളെ ശക്തിപ്പെടുത്താനും സുഖപ്പെടുത്താനും. ഈശോ, ദിവ്യകാരുണ്യമായി നീ ആൾത്താരെ വരുമ്പോൾ ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകായിരം മക്കൾക്ക്, ഓരോ രാജ്യങ്ങളിലെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്കെല്ലാം അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ശക്തി സൗഖ്യമായി, അനുഗ്രഹമായി, കൃപയായി അനുഭവേദ്യമാക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശു ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശു. കരങ്ങൾ ഉയർത്തി ആരാധന, വിശ്വാസത്തോടെ പാടട്ടെ, ദൈവസ്നേഹത്തോടെ പാടട്ടെ. ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന ആരാധന യേശുവേ ആരാധന നേരവും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്നേഹമേ സ്നേഹമേ ആരാധന നേരവും സ്തുതിയും ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന നേരവും ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ശക്തിയായി നിലനിൽക്കാൻ കഴിയുമെന്നുള്ള സൂചനയാണ് സുവിശേഷ പ്രഭാഷണത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയത്. കർത്താവേ, ഈ ആരാധനയെ സമീപത്തു നിന്നും വിദൂരത്തു നിന്നും അങ്ങയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിലെ സഹനങ്ങളെ സുവിശേഷ അരൂപിയായി സ്വീകരിച്ചുകൊണ്ട് നിന്റെ നാമത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അധികാലമല്ലെങ്കിലും അല്പസമയെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് നീ ശക്തിയായി ആത്മാവിൻ്റെ സ്വത്തായി ഓരോ വ്യക്തികളുടെയും ഉള്ളിലെ നിലനിന്ന ആധ്യാത്മിക ആത്മബലമായി മാറുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, വലിയ ദൈവ ശുശ്രൂഷയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ആരാധന എപ്പോഴ് ആര് എവിടെ വെച്ച് കൂടിയാലും നീര് രോഗികളെ ഈശോ സുഖപ്പെടുത്തുമെന്നുള്ള ദർശന വാഗ്ദാനമുണ്ട്. നീര് രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കയ്യിൽ, വലത് കയ്യിൽ നീര് പുറം ഭാഗത്ത് കാണുന്ന രോഗികളെയാണ് മെസ്സേജിലുള്ളത്. അതുകൊണ്ട് നീര് കാലിലായാലും കയ്യിലായാലും അത് ഉണ്ടാകുന്ന രോഗികൾ, അവർ കിഡ്നി രോഗികളായാലും തലനീറിറക്കമുള്ളവരായാലും കരൾ രോഗികളായാലും അവർക്ക് വേണ്ടി ഇപ്പോഴീ ആരാധന കൂടുന്നവർ ആരാധന പങ്കെടുത്തുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് തീർച്ചയായും അടയാളം കാണിച്ച് അവർക്ക് സൗഖ്യം നൽകും. കർത്താവേ, നീര് രോഗികളെ ഞങ്ങൾ അങ്ങ് കാണിച്ചു തന്നതുപോലെ പ്രാർത്ഥിക്കുകയാണ് ഈശോ. നീര് രോഗികളെ അങ്ങ് സ്പർശിക്കണേ കർത്താവേ. നീരിന് കാരണമായി വരുന്ന രോഗങ്ങൾ, മാരക രോഗികളെ കർത്താവേ നീ സ്പർശിക്കണേ കർത്താവേ. യേശുവേ, നിൻ്റെ തിരുമുറിവാർന്ന് വലത് കരത്താൽ ആ മക്കളെ ഈ ആരാധനയുടെ കർത്താവേ നീ സ്പർശിക്കണേ കർത്താവേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ നീര് രോഗങ്ങൾ മൂലകാരണങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നേർപ്പെട്ട് സുഖപ്പെടുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ശാരീരിക ദീർഘ സുഖപ്പെടുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ഇപ്പോഴ് മനസ്സുകൊണ്ട് ആരാധനയിൽ വീട്ടിലായിരിക്കുന്നവരും മുട്ടിൽ തന്നെ നിന്ന് ആരാധന കൂടുക. മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഹൃദയം കൊണ്ട് മുട്ടുകുത്തുക. ഇപ്പോഴും സന്താനമില്ലാത്തവർക്ക് വേണ്ടിയും സന്താനമില്ലാത്തവർക്ക് വേണ്ടി ക്ലേശിക്കുന്നവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കുഴപ്പങ്ങൾ കൊണ്ട് ശാരീരിക ജനിതകമായ കുറവുകൾ കാരണം മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും കർത്താവെ, എല്ലാ പുരുഷന്മാരെയും ഒരപ്പനാകാൻ ആഗ്രഹിച്ചിട്ട് ശാരീരികമായ പരാധീനത മൂലം കഴിയാത്തവരെ കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഈ ആരാധനയിൽ അങ്ങക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ ആരാധന കർത്താവെ സന്താന സൗഭാഗ്യത്തിൻ്റെ ശാരീരികമായ കഴിവുകൾ ലഭിച്ചുകൊണ്ട് മക്കളെ കിട്ടി സാക്ഷ്യം പറയാൻ കർത്താവെ, മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ,
സദാരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവട്ടം അമൂർത്തരായിപ്പോട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കൗണ്ട് കുറവുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സദാന സൗഭാഗ്യം നൽകണമേ. യേശുവേ, എല്ലാവരും ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, കേട്ട പ്രാർത്ഥനയുടെയും വീര്യശക്തികളുടെ സാക്ഷ്യത്തിൻ്റെയും നിറവിലെ നമുക്ക് ആരാധനയുടെ സമാപന ആശീർവാദം മേടിക്കാം. കർത്താവേ, ദിവ്യകൃപാന ഉയർന്ന് താഴുമ്പോൾ നിന്റെ തിരുമുറിവാഴ്ന്ന വലത് കരവും ഓരോ മകൻ്റെ ശിരസിൽ വെച്ച് ഈ ആശീർവാദ നിമിഷങ്ങളിലെ ഓരോ മകളെയും നീ ആശീർവദിക്കണമേ. അവർക്കെല്ലാം ഫലത്തിലും കൃപയിൽ അത് അനുഭവിക്കുവാനും ഏതെല്ലാം കുടുംബങ്ങളിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്നുവോ അവരെല്ലാവരും ഈ നിമിഷം കർത്താവിൻ്റെ സാന്ത്വനം അനുഭവിക്കുവാൻ, എൻ്റെ മക്കളെ പരിശുദ്ധ കൃപയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തെ സ്തുതിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണം അറിയാവുന്നവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആരാധനയുടെ സൗഖ്യാഭിഷേകം സ്വീകരിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ്. റോമാ 9:10 പറയുന്നു, അധരം കൊണ്ട് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയും, ഹൃദയത്തിൽ അവർ മരിച്ചവർ ഉയർത്തി ദൈവമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സങ്കടങ്ങളും വേദനകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, യേശുവേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സൂചിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ സദാരഹിതരെ ആശീർവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നാനാവിധ രോഗങ്ങൾ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.